ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് യുവജന പ്രതിഷേധം. യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് സാഹചര്യം? വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ്? മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രതിഷേധം ശക്തമാവുന്നു. അവർ രൂക്ഷമായ പ്രതിഷേധം ഉയർത്തുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ കരുതിയിരുന്ന കൊടികളും മറ്റുമൊക്കെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് വലിച്ചെറിയുകയാണ്. അത് മാത്രമല്ല, പോലീസിനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടക്കം മുതലുണ്ട് ഈ സമരത്തിൽ എന്നുള്ളതാണ്. അലക്സ്, തുടരാം. അലക്സ്, ശക്തമായ സമരം യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. അത് കൂട്ടാക്കാതെയുള്ള സമരം അവർ നടത്തുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ അവർ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ അവർ ഈ സമരഗേറ്റിലേക്ക് ഓടിയെടുക്കുകയും ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് 4 തവണയാണ് സമരത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പ്രവർത്തകർ പോലീസിന് നേർക്ക് കയ്യാങ്കളിയും വാക്കേറ്റവും ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. സെക്രട്ടേറിയറ്റിന് 2 വശത്തുകൂടി മതിൽ ചാടിക്കടന്ന് അകത്ത് കിടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് പോലീസ് തടഞ്ഞു. വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയും ഏറ്റുമുട്ടലിന്റെ വരെ വക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ ചില യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആ പ്രവർത്തകരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. പോലീസ് വാഹനമെത്തി ആ പ്രവർത്തകർ അവിടെ നിന്ന് ഒരു പ്രവർത്തകനെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ആ പ്രവർത്തകന് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ 4 തവണയാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഒരു പ്രവർത്തകർ പരിക്കേറ്റ്, അദ്ദേഹം പരിക്കേറ്റ് അവിടെ വീഴുകയായിരുന്നു. ആ സമര സ്ഥലത്ത് തന്നെ വീഴുകയായിരുന്നു, റോഡിലേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യുവമോർച്ച സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിലൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട് റിജിത്ത്. കാരണം BJP നേരത്തെ വലിയ ചോദ്യനിഴലിൽ നിലനിന്നിരുന്ന സമയമുണ്ട്. കാരണം ഈ സമരം ഇതെങ്ങനെ BJP ഏറ്റെടുക്കും, അല്ലെങ്കിൽ BJP ഇവിടെ പ്രക്ഷോഭ രംഗത്ത് എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ BJP നേതാക്കൾ മറുപടി കൊടുക്കേണ്ടി വന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. കാരണം അതിലേറ്റവും പ്രധാനം BJP കുഴക്കിയത് ADGPയും അതുപോലെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ന് മറുപടി പറയും. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ആ കൂടിക്കാഴ്ചയിൽ പങ്കുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉയർന്നുന്ന പശ്ചാത്തലത്തിൽ BJP എങ്ങനെ സമരരംഗത്തിറങ്ങും എന്നുള്ള ചോദ്യമാണ് നിലനിന്നിരുന്നത്. പക്ഷേ അതല്ല, PV അൻവറിന്റെ ആരോപണം ഒഴികെയുള്ള മറ്റാരോപണങ്ങൾ BJP ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഈ സമരം കൊണ്ട് വ്യക്തമാക്കുന്നത്. യുവമോർച്ച പ്രവർത്തകരുടെ ഈ സമരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അധോലോക ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് അധോലോകമായി ആ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അത് നേരത്തെ BJP ഒക്കെ ആരോപിച്ചതാണ് എന്നാണ് BJP പ്രവർത്തകരും അതുപോലെ യുവമോർച്ച പ്രവർത്തകരും ഒക്കെ പറയുന്നത്. അത് മാത്രമാണ് PV അൻവർ പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറയുന്നത്. 5ാമതും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഈ പ്രവർത്തകർ. അത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, സംസ്ഥാന സെക്രട്ടറി ഗണേശനുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകർ പോലീസിന് നേർക്ക് ചീറിയടുക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പ്രവർത്തകർ പോകുന്നു. അതിനവർ പരമാവധി ശ്രമിച്ചു. നേരത്തെയൊക്കെ പോലീസുമായി ഒരു ഉന്തും തള്ളും വാക്കേറ്റവും ആ വാക്കേറ്റം അത് രൂക്ഷമാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റിജിത്ത്. ഈ സമരത്തിന് നേർക്ക് പോലീസിന്റെ ആക്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായി അത് ശ്രദ്ധിക്കപ്പെടും ഈ സമരം. അതുമാത്രമാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നമ്മൾ കണ്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന ആ സമരം പ്രധാനമായി ശ്രദ്ധയൂന്നിയത് ADGP RSS കൂടിക്കാഴ്ചയും ആ RSS ബാന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ BJPക്ക് ആ തരത്തിൽ അത് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നൊരു പരിമിതിയുണ്ട്. അത് യുവമോർച്ചയ്ക്കുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് നടന്ന ഈ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, ADGPയെ നീക്കണം തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു യുവമോർച്ച പ്രവർത്തകർ എന്നുള്ളതാണ്. അപ്പോഴും BJP സമരരംഗത്തേക്ക് എത്തിയിട്ടില്ല, സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരും ഈ സമരരംഗത്തേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനം BJPയുടെ നേതാക്കൾ നേരത്തെ നടത്തിയതാണ്. ഈ ദിവസങ്ങൾക്ക് ശേഷം ഈ ആരോപണം ഉയർന്നു വന്ന് രാഷ്ട്രീയകരണം അത് ഈ തരത്തിൽ ചർച്ച ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് BJP അല്ലെങ്കിൽ BJPയുടെ ഒരു പോഷക സംഘടന സമരരംഗത്തേക്ക് ഒരു പൊതുവായ മണ്ഡലത്തിലേക്ക് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും PV അൻവറിന്റെ ആരോപണങ്ങളിൽ ചിലത് അവർ മാറ്റിവെക്കുന്നു, ചിലതിൽ മറുപടി പറയാൻ അവർ ഒരുക്കമല്ല. അതിൽ പ്രധാനപ്പെട്ട തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ ADGP RSS നേതാക്കളെ കണ്ട കാര്യം, അത് റാം മാധവിനെ തിരുവനന്തപുരം കോവളത്ത് വെച്ച് കണ്ട കാര്യമാകട്ടെ, തൃശൂരിൽ ഇതാ
യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ളവർ പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസിന് നേർക്ക് ഒരു ഉന്തും തള്ളും ഒരു വാക്കേറ്റത്തിനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് നമ്മുടെ ദൃശ്യങ്ങളിൽ ഇതാ കാണുന്നുണ്ട്. അത്തരത്തിൽ പോലീസിന് നേർക്ക് ഒരു വാക്കേറ്റം, ഒരു കയ്യേറ്റം, ഒരു പോലീസിനെ പ്രകോപിപ്പിക്കുന്നുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് പ്രഫുൽ കൃഷ്ണനും അതുപോലെ ഗണേശൻ അടക്കമുള്ള നേതാക്കൾ, ഗണേശൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഗണേശൻ അടക്കമുള്ള നേതാക്കൾ, അതുപോലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരുണ്ട്. പോലീസിന് നേർക്ക് ഒരൊത്തൊരു കയ്യേറ്റം, വാക്കേറ്റം, കയ്യാങ്കളിയുടെ വക്കിലേക്ക് അത് നീങ്ങുന്നു. ആ സമരം നീങ്ങുന്നു. പോലീസിന്റെ ഒരു ആക്ഷൻ സ്വാഭാവികമായി ഉണ്ടാകും. ആ സമരം ആ തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ പോലീസിന് ലാത്തി വീശാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. ആ തരത്തിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രവർത്തകർ. അത് പോലീസിന് നേരെ പല ആവർത്തി ചീറിയെടുത്തുകൊണ്ട് പാഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രകോപനം പ്രവർത്തകർ സൃഷ്ടിക്കുന്നുണ്ട്. സമരം ആ തരത്തിൽ സംഘർഷഭരിതമാകും എന്നുള്ളതാണ്. പോലീസിന് നേർക്ക്, അതായത് പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം പോലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പോലീസ് സമരത്തിൽ ഈ ഘട്ടം വരെയും സംയമനം പാലിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവമോർച്ചയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഫേസ്, ഒരു മുഖം കൊടുക്കേണ്ട, ഈ സമരത്തിനൊടുവിൽ കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. ആ തരത്തിലെ സംയമനം പോലീസ് പാലിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ആ പോലീസിന് ചുറ്റും നിന്ന് ആ തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നു, ആ തരത്തിൽ വെല്ലുവിളിക്കുന്നു, കയ്യേറ്റ ശ്രമം നടത്തുന്നു. പോലീസ് ഒരു വശത്തേക്ക്, അതായത് MG റോഡിന്റെ ഒരു വശത്തേക്ക് പോലീസിനെ നീക്കിക്കൊണ്ടുവന്ന് പ്രവർത്തകർ, തള്ളി നീക്കിക്കൊണ്ടുവന്ന് പ്രവർത്തകർ ഒരു വെല്ലുവിളിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. സമരഗേറ്റിന് മുന്നിൽ നിന്ന്, അതായത് തൊട്ട് അടുത്തുള്ള ഈ സമരഗേറ്റിന് മുന്നിൽ നിന്ന് പോലീസിനെ അവിടെ നിന്ന് തള്ളി നീക്കി ഇപ്പുറത്തേക്ക്, അതായത് MG റോഡിന്റെ ഇപ്പുറത്തേക്ക് കടകളുടെ വശത്തേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചുള്ള ഒരു വെല്ലുവിളി അത് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ആ പ്രദേശത്തെ കടകളുടെ ഷട്ടറുകൾ പോലും വീണിട്ടുണ്ട്. എന്താണെങ്കിലും അത് പ്രവർത്തകർ പറയുന്നത് പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തി കൊണ്ട് കുത്തി എന്നാണ് ഈ യുവമോർച്ച പ്രവർത്തകർ പറയുന്നത്. ലാത്തി കൊണ്ട് കുത്തിയതുള്ള പ്രതിഷേധമാണ് പോലീസിന് നേർക്ക് ഇവർ നടത്തുന്നത് എന്ന് പ്രവർത്തകർ പറയുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി ഒരു പ്രവർത്തകൻ പിടിച്ചു വാങ്ങി അദ്ദേഹത്തിന്റെ കയ്യിൽ ലാത്തി എടുത്ത് ഉയർത്തുന്നത് കാണുന്നുണ്ട്. അത്തരത്തിൽ ലാത്തി കൊണ്ട് കുത്തിയതിന്റെ പ്രതിഷേധമാണ് ഈ പ്രവർത്തകർ പോലീസുകാർക്ക് നേരെ തീർക്കുന്നത്, അല്ലെങ്കിൽ ആ കയ്യാങ്കളിയിലേക്കും ആ വാക്കേറ്റത്തിലേക്കുമൊക്കെ നീങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അങ്ങനെ പോലീസ് ലാത്തി കൊണ്ട് കുത്തി സമരവുമായി മുന്നോട്ട് വന്ന ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി കൊണ്ട് കുത്തി എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അവർ പോലീസിനെതിരെ തിരിയാൻ കാരണം അതാണ് എന്നവർ പറയുന്നു. എന്താണെങ്കിലും പോലീസിനെ ഒരു വശത്തേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റോഡിന്റെ ഒരു വശത്തേക്ക് യുവമോർച്ച പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ നീക്കിക്കൊണ്ട് എത്തിച്ച് അവർ ഈ പ്രതിഷേധം അറിയിക്കുന്നു, ഈ മുദ്രാവാക്യം വിളിക്കുന്നു. നേർക്കുനേർ ഒരു ഫൈറ്റിലേക്ക് വരെ പോകുന്നൊരു സാഹചര്യമുണ്ട്. പോലീസ് ഒരുപക്ഷെ പോലീസിന്റെ ഒരു ആക്ഷൻ ഉണ്ടായാൽ സ്വാഭാവികമായി ലാത്തി പ്രയോഗം ഉണ്ടാകും. ലാത്തി പ്രയോഗിച്ചാൽ അത് ആ തരത്തിൽ തന്നെ ആ സമരത്തിന്റെ ഇമ്പാക്ട് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു ഇമ്പാക്ടിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ യുവമോർച്ച പ്രവർത്തകർ ശ്രമിക്കുന്നത്. എന്താണെങ്കിലും അവർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ സമരം തുടരും എന്ന് യുവമോർച്ച പ്രവർത്തകർ പറയുന്നുണ്ട്. അത് സംസ്ഥാന സമരം വ്യാപിപ്പിക്കും എന്ന് BJP പറയുന്നുണ്ട്. ഇനി BJP പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമോ? അത് പോലീസുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും നടക്കുന്നു. അവർ കയ്യാങ്കളി നടത്തുന്നു. പ്രവർത്തകരിൽ ചിലർ പോലീസുകാർക്ക് നേരെ കയ്യാങ്കളി നടത്തുന്നു. ഷീൽഡ് ഉപയോഗിച്ച് പോലീസ് തടയുന്നു. ഷീൽഡിൽ ഇടിക്കാനും അതുപോലെ പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്താനും ഒക്കെ പ്രവർത്തകർ ശ്രമിക്കുന്നത് MG റോഡിൽ കാണാം. ഇരുവശത്തും വാഹന ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. മോർച്ച ഉയർത്തുന്നു. റോഡിൽ കിടന്നും കുത്തിയിരുന്നുമൊക്കെ പ്രതിഷേധിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പോലീസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലീസ് ഈ സമയം വരെയും അതിൽ മറ്റൊരു തരത്തിൽ ആക്ഷൻ എടുക്കാതെ, അതായത് ലാത്തി വീശുകയോ അല്ലെങ്കിൽ കണ്ണീർവാതകമോ മറ്റൊന്നും പ്രയോഗിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരുന്ന സമയങ്ങൾ അത് അങ്ങേയറ്റം സംഘർഷഭരിതമായി കഴിഞ്ഞാൽ പോലീസ് ലാത്തി പ്രയോഗിക്കും. അതല്ല എങ്കിൽ കണ്ണീർവാതകമടക്കമുള്ള അവരുടെ സമര മാർഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കും. അത്തരത്തിലേക്കൊന്നും കടക്കാതെ പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ നേർക്കൊരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് അവർ ശ്രമിക്കുന്നു. അതിൽ പ്രധാനം അവർ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് അവർ ലാത്തി പ്രയോഗം നടത്തുന്നത്, ലാത്തി കൊണ്ട് കുത്തി എന്നാണ് അവർ പറയുന്നത്. MG റോഡിൽ ഈ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. റീജിത്ത, അതിൽ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുണ്ട്, വനിതാ പ്രവർത്തകർ അടക്കമുള്ള നേതാക്കൾ MG റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളി ഉയരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രവർത്തകർ അവിടെ നിന്ന് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സെക്രട്ടേറിയറ്റിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ച് അത് അക്രമാസക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസുമായി വാക്കേറ്റം, ഉന്തും തള്ളും,
പരമാവധി സംയമനം പാലിക്കുന്ന നിലപാട് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയിൽ BJP കൂടി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ യുവമോർച്ചയുടെ പ്രത്യക്ഷ സമരം എന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. ശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പ്രവർത്തകർക്ക് നേരെ 5 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം, ഉന്തും തള്ളും, അതിനിടയിൽ മർദ്ദിച്ചു എന്നുള്ള ആരോപണം, പരാതി, ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. 5 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. AV ജയശങ്കർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? യുവമോർച്ച മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് നിലവിൽ നടു റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ പോലീസുമായി ആദ്യഘട്ടത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ട പ്രവർത്തകർ പോലീസിന്റെ ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങി പോലീസിനെ പ്രകോപിപ്പിക്കാൻ വലിയ ശ്രമം നടത്തി. പക്ഷേ പോലീസ് തികച്ചും സംയമനം പാലിച്ചുകൊണ്ട് ആണ് പ്രവർത്തകരെ നേരിട്ടത്. നിലവിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ നിലവിൽ പ്രതിഷേധിക്കുന്നത്. അല്പസമയം മുമ്പ് വരെ പ്രവർത്തകർ ഈ പ്രഫുൽ കൃഷ്ണ, ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും നിലവിൽ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ ഇതിന്റെ പരിക്ക് പറ്റിയ ചില പ്രവർത്തകരെ കൊണ്ടുപോകാൻ നിലവിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ റോഡിൽ എത്തിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ ആംബുലൻസിൽ മാറ്റുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും പോലീസ് തികഞ്ഞ സംയമനമാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ മറ്റും മാർച്ചുണ്ടായ ഘട്ടത്തിൽ പോലീസ് ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. എന്നാൽ പോലീസ് ഇവിടെ യുവമോർച്ചയുടെ മാർച്ചിനെ അത്തരം ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ പ്രവർത്തകർ അത്രമാത്രം പ്രകോപനം സൃഷ്ടിച്ചു ലാത്തി ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയിട്ടും പോലീസ് ഇതുവരെ പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. 6 തവണയോളം ജലപീരങ്കി പോലീസ് പ്രവർത്തകരെ പിടിച്ചുവിടുന്നതിന് വേണ്ടി പ്രയോഗിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബാരിക്കേഡുകളുടെ അവിടെ നിന്ന് മാറി റോഡിലേക്ക് തിരിഞ്ഞത്. പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ ഈ റോഡിലേക്ക് എത്തിയത്. ഇത് ഏറെ നേരം പോലീസുമായി ഇവിടെ ഒരു വാക്ക് തർക്കത്തിലെത്തി. പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോലീസിന് നേരെ ഈ ഒരു ഘട്ടത്തിൽ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇവിടുത്തെ സംഘർഷാവസ്ഥകൾ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് നേരിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 5 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പരമാവധി തവണ പ്രകോപനം സൃഷ്ടിച്ചെങ്കിലും പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. ADGP RSS കൂടിക്കാഴ്ച ഗൗരവതരമെന്ന് D. രാജ. ADGP RSS വിവാദ കൂടിക്കാഴ്ചയിൽ ഇടപെട്ട് CPI ദേശീയ നേതൃത്വം. CPI സംസ്ഥാന ഘടകത്തോട് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടി. കൂടിക്കാഴ്ച ഗൗരവമുള്ള വിഷയമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ 24-നോട് പറഞ്ഞു. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമാണോ എന്നതടക്കം വ്യക്തമാക്കണമെന്നും സർക്കാരിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നുവെന്നും D. രാജ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ച ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഘട്ടത്തിലാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. എന്തടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D. രാജ. It is a serious matter. It is in public domain everywhere, not only in Kerala, across the country, how such a meeting could take place. വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങളടക്കം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാത്തിരിക്കുന്നുവെന്നും രാജ. Let us wait and see how the government is going to react and what is going to be the outcome of any investigation, what is going to be the consequences. We will study the matter. തൃശൂരിലെ പരാജയത്തിന് ഈ കൂടിക്കാഴ്ച കാരണമായോ എന്നതടക്കം പരിശോധിക്കുമെന്നും D. രാജ വ്യക്തമാക്കി. ADGP RSS കൂടിക്കാഴ്ചയെ ഏറെ ഗൗരവത്തോടെയാണ് CPI കേന്ദ്ര നേതൃത്വം കാണുന്നത്. സർക്കാരിന്റെ പ്രതികരണത്തിനായി കാക്കുന്നു എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി മൗനം വെടിയണം എന്ന് തന്നെയാണ് CPI കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.
ADGP കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി നിലപാടെടുക്കണമെന്ന് പ്രതികരിച്ച് കൂടുതൽ CPIM നേതാക്കൾ രംഗത്ത്. സർക്കാർ നിശബ്ദമായിരിക്കില്ലെന്ന് PB അംഗം A. വിജയരാഘവൻ പറഞ്ഞു. സർക്കാർ നടപടിയെടുക്കുമെന്ന് പ്രകാശ് കാരാട്ടും വ്യക്തമാക്കി. പാർട്ടിയുടെ നയത്തിനനുസരിച്ചാണ് ഭരണനിർവഹണം നടക്കുക എന്ന സംഘടനാ രീതി ഓർമ്മിപ്പിച്ചാണ് PB അംഗം A. വിജയരാഘവൻ കൂടിക്കാഴ്ച വിവാദത്തോട് പ്രതികരിച്ചത്. പാർട്ടി സഖാക്കളാണ് സർക്കാരിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ വിജയരാഘവൻ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. പാർട്ടിയും ഗവൺമെൻറ്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പാർട്ടി നയം നടപ്പിലാക്കും. പാർട്ടി ദൈനംദിന ഗവൺമെൻറ് ഭരണം നിർവഹിക്കുകയല്ല ചെയ്യുന്നത്. ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെൻറ്റാണ്. പാർട്ടി നയരൂപീകരണമാണ് നടത്തുക. പാർട്ടിയുടെ നയങ്ങൾ ഗവൺമെൻറ് പ്രവർത്തിക്കുക. ഇതൊക്കെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടിയാണ്. ഇത് കേരള ADGP നമുക്കെന്താ സംബന്ധം? ഇത് നത്തിങ് ടു ഡു വിത്ത് കേരള ഗവൺമെന്റ് ഡീൽ വിത്ത്. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ADGP വിവാദത്തിൽ ഒരേ നിലപാടെടുത്തതോടെ മുഖ്യമന്ത്രിക്ക് ഇനി തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് 24. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ദത്താത്രേയ ഹൊസബാളയെയും രാം മാധവിനെയും MR അജിത് കുമാർ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലായിരുന്നു. രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് വിവരം. ADGPയുടെ കൂടിക്കാഴ്ചകൾ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ ADGP MR അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-ന്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-ന്. അതായത് ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 10 ദിവസത്തിന് ശേഷം. ബിസിനസ് സുഹൃത്തുക്കളടക്കമുള്ളവർ റാം മാധവുമായുള്ള 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളിലൊരാൾ കണ്ണൂർ സ്വദേശിയെന്നാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. DGP നേരിട്ടാവും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തെക്കാൾ മുൻപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കും. സ്വകാര്യ സന്ദർശനമെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് റാം മാധവ് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് RSS വിശദീകരിക്കുമെന്ന് BJP നേതാവ് V. മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും V. മുരളീധരന്റെ വിമർശനം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? ശബരിമലയിൽ ADGP MR അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം. ADGP RSS കൂടിക്കാഴ്ചയിൽ 2 തരത്തിൽ പ്രതികരിച്ച് മന്ത്രിമാർ. ഉദ്യോഗസ്ഥർ ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ളതാണ് എന്നായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. എന്നാൽ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യമാവാം. അതിനകത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആരോടൊക്കെ സംസാരിക്കും, എവിടെയൊക്കെ സംസാരിക്കും എന്നുള്ളത് അല്ല വിഷയം. അതിനകത്ത് പാർട്ടിയുടെ ഒരു പ്രവർത്തനമല്ലല്ലോ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ഒരു സ്വാതന്ത്ര്യമില്ല, ഒരാളുടെ മിണ്ടാൻ പാടില്ല എന്നുള്ള തരത്തിലേക്കൊന്നും നമ്മളൊരു കാര്യം കാണുന്നത് ശരിയല്ല. തെറ്റാര് ചെയ്താലും അവരുടെ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനെ വലിയൊരു നമ്പർ ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് പോലീസ്. സർവീസ് തന്നെ റിമൂവ്, എനിക്കൊന്ന് 100-ലധികം ആളുകളെ. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കും. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കും. പുഴുക്കുത്തിന്റെ എണ്ണം കൂട്ടാനല്ല സർക്കാർ നിലപാട് സ്വീകരിക്കുക, പുഴുക്കുത്തിന്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്തില്ലാതാക്കാനോ ആണ് സർക്കാർ നിലപാട് സ്വീകരിക്കുക.
ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. കമന്റ് ബോക്സിൽ ചില പ്രേക്ഷകർ കമന്റുകൾ വായിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരത്തെ യുവമോർച്ചയുടെ പ്രതിഷേധം, അങ്ങനെ വലിയ വാർത്തകൾ വന്നതുകൊണ്ടാണ് വഴിയെ നമുക്ക് ആ കമന്റ് ബോക്സിലൂടെയൊക്കെ കണ്ണോടിച്ചു കൊണ്ടുപോകാം. എം.ആർ. അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് PV Anwar MLA. എം.ആർ. അജിത് കുമാറിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് അന്വേഷിക്കണം. രാഷ്ട്രീയമായ അട്ടിമറിക്ക് ADGP സംഘം ശ്രമിച്ചു. വലിയ രാഷ്ട്രീയ കേസുകൾ അട്ടിമറിക്കാൻ ADGP കൂട്ടുനിന്നെന്നും PV Anwar ആരോപിച്ചു. ഇപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ADGP എം.ആർ. അജിത് കുമാറിനെ ഇനിയും ക്രമസമാധാന ചുമതലയിലിരുത്തി കേസുകൾ അന്വേഷിക്കുന്നത് തന്നെ കുരുക്കാനാണെന്ന് PV Anwar. തന്നെ ഇല്ലായ്മ ചെയ്താലും വസ്തുതകൾ നിലനിൽക്കുമെന്നും PV Anwar പറഞ്ഞു. ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധയില്ല എന്ന് സ്ഥിരീകരണം. രോഗബാധ സംശയിച്ച യുവാവിന്റെ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഒരാശ്വാസ വാർത്തയാണ്. വിശദാംശങ്ങൾ എന്താണ്? ഈ ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില, അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ എങ്ങനെ ബൽറാം? റിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ ഇന്ത്യയിൽ എംപോക്സ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ ഐസൊലേഷനിൽ കഴിയുന്നതായുള്ള വിവരം അറിയിച്ചത്. ഈ എംപോക്സ് ബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യത്തു നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗബാധ എന്ന് സംശയമുള്ളത് എന്നും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളും നെഗറ്റീവാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ രാജ്യത്ത് ആർക്കും തന്നെ എംപോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയ ഈ എംപോക്സുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഈ എംപോക്സ് ബാധ സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രായപരിധി കൂടാതെ ലക്ഷണങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങളാണ് സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം അയച്ചു നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സംശയാസ്പദമായ കേസുകളിൽ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആശ്വാസകരമായ വാർത്തയാണ്. ഇന്ത്യയിൽ എംപോക്സ് വൈറസ് ബാധയില്ല എന്ന് സ്ഥിരീകരണം. ബലാത്സംഗ കേസിൽ M. മുകേഷ് MLA-ക്കെതിരെയുള്ള നടപടിയിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിട്ട് സർക്കാർ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ നൽകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വിലക്കി. ഇതിനിടെ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ. അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം വേണ്ടെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെ തീരുമാനം മാറ്റി. M. മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരി പറഞ്ഞു. എന്തായാലും ഞാൻ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകും, ഇൻഡിവിജ്വലായിട്ട് പോകും. അന്വേഷണത്തിൽ തൃപ്തിയുണ്ട്. പക്ഷെ അന്വേഷണ SIT-കാരോട് പ്രോസിക്യൂഷനോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് സർക്കാർ തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് സന്തോഷമല്ല. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നീതി വേണം. അപ്പൊ ഞാൻ നീതിക്ക് വേണ്ടി ഞാൻ തനിയെ തന്നെ ഇൻഡിവിജ്വലായിട്ട് പോകും. കൊടുക്കുമ്പോ എല്ലാവർക്കും ഇതിലേക്കും കൊടുത്തേക്കും. ആർക്കും ജാമ്യം പറ്റില്ല. സർക്കാർ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പൊ ഈ അവസാനത്തെ തീരുമാനത്തോടു കൂടി ഒരു കാര്യം ക്ലിയറായി. ആ ജാമ്യം ഗവൺമെന്റ് കൂടി ഒത്തുകളിച്ചാണ് കിട്ടിയത് എന്നുള്ളത്. ഈ കേസിനകത്ത് ഗവൺമെന്റ് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം. അതേസമയം സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും. തെളിവുകളും മൊഴികളും അടക്കമുള്ള മുഴുവൻ രേഖകളാണ് കൈമാറുക. ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് റിപ്പോർട്ട് പരിഗണിക്കും. 24 കൊച്ചി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തി നടി ദേവകി ഭാഗി. +1 പഠിക്കുമ്പോൾ സിനിമയിൽ അവസരം ലഭിച്ചു. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും ഓഡിഷൻ കഴിയുമ്പോൾ പേടി മാറും എന്നുമാണ് സംവിധായകൻ പറഞ്ഞത്. ഇതറിഞ്ഞ പിതാവ് തന്നെ സിനിമയിലേക്ക് വിട്ടില്ല എന്നും ദേവകി ഭാഗി പറഞ്ഞു. WCCയിൽ വന്നതിന്റെ പേരിൽ അംഗങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായെന്ന് തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ പറഞ്ഞു. WCC അംഗമായതിന്റെ പേരിൽ തനിക്കും നഷ്ടമുണ്ടായി എന്നും ദീദി ദാമോദരൻ പ്രതികരിച്ചു. പേരിൽ വന്ന നഷ്ടങ്ങൾ ഒരുപാടാണ്. നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് നഷ്ടമില്ല എന്നല്ല, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേറെ ഒരു ഉപജീവന മാർഗം ഉണ്ടായതുകൊണ്ട് അതെന്നെ ബാധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ നിങ്ങൾ കാണുന്ന
വിസിബിൾ ആയിട്ടുള്ള നഷ്ടങ്ങളുടെ കാര്യം പത്രങ്ങൾക്ക് അറിയാം, ചാനലുകൾക്ക് അറിയാം. വിസിബിൾ അല്ലാത്ത, മുഖമില്ലാത്ത, ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരുടെ വലിയ എന്താ പറയുക ത്യാഗങ്ങളുടെ ഫലമാണിത്. സമ്മാനം വാങ്ങിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വന്ന സ്ഥലത്ത് നിന്ന് വേണം അത് വാങ്ങി തുടങ്ങാൻ എന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലുള്ള കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതിയാണ് 30 ദിവസത്തേക്ക് താൽക്കാലിക മുൻകൂർ ജാമ്യം അനുവദിച്ചത്. തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി എന്തായി എന്നുള്ള കാര്യം ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. 5 ദിവസമായി തിരുവനന്തപുരം നഗരത്തെ വലച്ച കുടിവെള്ളക്ഷാമത്തിന് ഒടുവിൽ പരിഹാരമാവുന്നു. കുടിവെള്ള വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ല. വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമായി സജ്ജമാകുമെന്ന് ജല അതോറിറ്റിയുടെ വിശദീകരണം. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കി പമ്പിംഗ് തുടങ്ങിയത്. പുലർച്ചെയോടെ ആറ്റുകാൽ ഐരാണിമുട്ടം വാർഡുകളിൽ വെള്ളമെത്തി. തുടർന്ന് ഐരാണിമുട്ടം ടാങ്കിൽ നിന്നും പമ്പിംഗ് തുടങ്ങി. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഈ സ്ഥലത്താണ്. ഇവിടെയും ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. വട്ടിയൂർക്കാവ് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ്. വെള്ളം ബാഗിൽ എടുത്തിട്ട് വരികയാണ്. ഞാൻ വേണേൽ കാണിച്ചത് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ വരികയാണ്. ചുമന്നു അതാണ് കിറച്ച് നിൽക്കുന്നത്. കണ്ടോ, ഇതിൽ മിനറൽ വാട്ടർ വാങ്ങിച്ച വെള്ളമല്ല, അതുകൊണ്ട് കണ്ടല്ലോ, കുടിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി എല്ലാത്തിനും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവ് ഒരു കിടപ്പ് രോഗി. അത് കിടന്ന് മൂത്രമൊഴിച്ച് വീട്ടിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാമെന്ന് വർത്തി. ഇന്ന് 5 ദിവസം കൊണ്ട് ഒരുവിധം പറ്റുന്നിടത്തോളം വെള്ളം നിന്ന് ആ ടാങ്കിലെ വെള്ളം തീർന്നാൽ പിന്നെ എന്താ ചെയ്യുക? എല്ലാ വീടുകളിലും കുഞ്ഞുകുട്ടികളടക്കമുള്ള എല്ലാവരും ഉള്ളതാണ്. ഞങ്ങളൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. ആകെ ഈ ഭാഗത്ത് ഒരു കിണറുള്ള വീടാണുള്ളത്. അവരെന്ന് ഞങ്ങൾ എത്രയെന്ന് പറഞ്ഞു വെള്ളം എടുക്കും. വട്ടിയൂർക്കാവ്, നെട്ടയം, മുടവൻമുകൾ, PTP നഗർ തുടങ്ങിയ ഭാഗങ്ങളിൽ 5-ാം ദിവസവും വെള്ളമില്ലാതെ നാട്ടുകാർ വലഞ്ഞു. 50 കുടിവെള്ള ടാങ്കർ അധികമായി ഒരുക്കുമെന്ന് പറഞ്ഞ നഗരസഭയുടെ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. ഒത്തിരി പേര് ഇന്നലെയൊക്കെ എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി പേര് വെള്ളമില്ലെന്നും പറഞ്ഞ ഇഷ്ടപ്പെട്ട ലോറി വന്നെന്നും പറഞ്ഞ പാത്രങ്ങളും പറയൊക്കെ കൊണ്ടുപോയി. പക്ഷേ എന്ത് ചെയ്യേ, അവരെ വെള്ളം കിട്ടിയാലല്ലേ അവരും എവിടെ നിന്ന് കൊടുക്കുക? ഇല്ല, അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അവർക്ക് എടുക്കുന്നതിന് ഒരു പരിധിയില്ലേ? വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമാകുമെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. തിരുവനന്തപുരത്ത് നിന്നും VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകും. ഇത് മുന്നിൽ കണ്ട് വീഴ്ച പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ തലയിൽ ചാരുകയാണ് നഗരസഭയും സർക്കാരും. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിനും VK പ്രശാന്ത് MLAയും രംഗത്തെത്തി. കുടിവെള്ളം മുട്ടിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും മേയർ ആര്യ രാജേന്ദ്രനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുടിവെള്ളം മുട്ടിയതിൽ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ തലക്കിട്ട് രക്ഷപ്പെടുകയാണ് സർക്കാരും നഗരസഭയും. കുടിവെള്ളം മുട്ടിയത് ജല അതോറിറ്റിയുടെ അനാസ്ഥ കാരണമാണെങ്കിലും ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ ആദ്യ ദിവസങ്ങളിൽ നഗരസഭ പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണമാണ് നഗരത്തിൽ ദിവസങ്ങളോളം കുടിവെള്ളം മുടങ്ങിയതെന്ന് നഗരസഭാ അധികൃതരും മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നു. വീഴ്ച എന്ന് പറയുന്നത് ഇതിനുവേണ്ടി എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചായിരിക്കും. ആ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരെ ജല അതോറിറ്റി നിയമിക്കണമെന്ന് മുൻ മേയർ VK പ്രശാന്ത് MLA പറഞ്ഞു. ജല അതോറിറ്റി നഗരസഭയുമായി കൂടിയാലോചനകൾ നടത്തിയില്ലെന്നും VK പ്രശാന്ത് വിമർശിച്ചു. അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോൾ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. 5 ദിവസം കുടിവെള്ളം മുടങ്ങിയതിൽ കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. നഗരസഭയുടെയും ജല അതോറിറ്റിയുടെയും ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും നഗരസഭാ മേയറും മന്ത്രി റോഷി അഗസ്റ്റിനും രാജിവെക്കണമെന്നും UDF കൺവീനർ MM ഹസൻ. 4ാമത്തെ ദിവസമാണ് നമ്മുടെ ബഹുമാന്യനായ ജലവിഭവ മന്ത്രി അവിടെ എഴുന്നള്ളിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു ജലവിഭവ മന്ത്രി എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. KSU പ്രവർത്തകർ നഗരസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭാ കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. 5 നാൾ തിരുവനന്തപുരം നിവാസികളെ പൈപ്പിൻ ചുവട്ടിൽ കാത്തുനിർത്തിയത് ആസൂത്രണമില്ലാത്ത അറ്റകുറ്റപ്പണികളാണ്. 2 ദിവസം കുടിവെള്ള പ്രശ്നമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രതിസന്ധി പിന്നെയും നീണ്ടുപോയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി കാണാനും കഴിഞ്ഞില്ല. നഗരത്തിന് സമാനതകളില്ലാത്ത ദുരിതം സമ്മാനിച്ചത് ആസൂത്രണമില്ലാത്ത ജലസേചന വകുപ്പിന്റെ അറ്റകുറ്റപ്പണികൾ. അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും അതോറിറ്റി പാലിച്ചില്ല. പ്രധാന പൈപ്പ് ലൈനിലെ വാൽവുകൾ പലതും പ്രവർത്തിക്കാത്തതും പ്രതിസന്ധി കൂട്ടി. 48 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി. 48 മണിക്കൂർ 72 വെള്ളമെത്തിയില്ല. പിന്നാലെ നഗരവാസികളുടെ പരാതി പ്രളയം. 3-ാം ദിനവും ജനം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ അറിയുന്നത്. കോർപ്പറേഷനെ പണികൾ നടത്തുന്നതിന്റെ വിവരം അറിയിച്ചില്ല. അതിനാൽ തന്നെ ബദൽ ക്രമീകരണം ഒരുക്കുന്നതിലും വീഴ്ച പറ്റി. ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വിവരം അറിയിക്കേണ്ടത്. അതുണ്ടായില്ല. അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനിൽ നിരവധി വാൽവുകളുണ്ട്. എന്നാൽ വർഷങ്ങളായി ഇത് ഉപയോഗിക്കാത്തതിനാൽ പലതും പ്രവർത്തിക്കുന്നില്ല. ചിലത് റോഡ് നിർമ്മാണത്തിനിടെ മൂടിപ്പോയി. ഇതോടെയാണ് മേലാറന്നൂരിലെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടതായി വന്നത്. ഫലത്തിൽ നഗരമൊന്നാകെ കുടിവെള്ളം മുട്ടി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് MLA-മാരുടെയും കോർപ്പറേഷന്റെയും ആവശ്യം. ഇനി പ്രധാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുൻകൂട്ടി നഗരസഭയുടെ അനുമതി വാങ്ങണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി കോർപ്പറേഷൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇടതുമുന്നണി കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയിട്ട് 10 ദിവസം പിന്നിടുമ്പോഴും CPM-നോട് നിസ്സഹകരണം തുടർന്ന് EP ജയരാജൻ. പാർട്ടി നിശ്ചയിച്ചിട്ടും കണ്ണൂരിലെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ EP ജയരാജൻ പങ്കെടുത്തില്ല. അതേസമയം തനിക്ക് എന്ത് ലഭിച്ചുവെന്ന് മാത്രം ചിന്തിക്കുന്ന ചിലർ പാർട്ടിയിലുണ്ട് എന്നായിരുന്നു അനുസ്മരണ ചടങ്ങിൽ EP ജയരാജനെതിരെ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ ഉളിയമ്പ്. LDF കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിലെത്തിയ EP ജയരാജൻ പിന്നീട് പാർട്ടി വേദികളിൽ എത്തിയിട്ടില്ല. പദവി മാറ്റത്തിൽ വിശദീകരണമില്ല, വിമർശനങ്ങൾക്ക് മറുപടിയുമില്ല. കടുത്ത അതൃപ്തിയെങ്കിലും മൗനം. ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ സാന്നിധ്യം ജില്ലാ നേതൃത്വം നിശ്ചയിച്ചിരുന്നു. EP-യുടെ പേരുൾപ്പെടുത്തിയുള്ള കുറിപ്പ് ജില്ലാ സെക്രട്ടറി തന്നെ പുറത്തിറക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന EP പക്ഷേ കണ്ണൂർ പയ്യാമ്പലത്തെ അനുസ്മരണ വേദിയിൽ എത്തിയില്ല. ഇതേ വേദിയിൽ EP ജയരാജനെതിരെ ഒളിയമ്പുമായി PB അംഗം A വിജയരാഘവൻ. ഈ ചില ആൾക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും തെറ്റായ ധാരണകളുണ്ടാവും. ഞാൻ കുറെ ചെയ്തു പാർട്ടിക്ക് വേണ്ടി, എനിക്ക് ഈ പാർട്ടി തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് അക്കാര്യത്തിലെ ചടയന്റെ നിലപാടുകളാണ്. ആരോഗ്യ പ്രശ്നങ്ങളെന്നും അസൗകര്യം അറിയിച്ചിരുന്നതായും വിശദീകരിച്ച ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. EP ജയരാജൻ ചികിത്സയിലാണ്. അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ആത്മകഥ വരുമെന്ന പ്രതികരണമൊഴിച്ചാൽ പരിഭവത്തിനിടയിലും അടുത്ത നീക്കങ്ങളിൽ സസ്പെൻസ് നിലനിർത്തുകയാണ് EP ജയരാജൻ. 24 കണ്ണൂർ. മലപ്പുറം പള്ളിപ്പുറത്ത് പ്രതിശ്രുതവരന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതം. കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് പോയി എന്നാണ് സൂചന. കാണാതായ ദിവസം പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നതിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് യുവാവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 7:45-നാണ് വിഷ്ണുജിത്ത് KSRTC ബസ്സിൽ കയറിയത് എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സിൽ യുവാവ് കയറിയത്. കോയമ്പത്തൂരിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘവും വാളയാർ കസബ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ബുധനാഴ്ച 8:10-ന് കഞ്ചിക്കോട് ഭാഗത്ത് വെച്ചാണ് യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. പ്രതീക്ഷയുണ്ട്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ 2 ബാച്ചായിട്ട് പോയിട്ടുണ്ട് എന്നവർ പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണേ. അവനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. അവൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. പണം സംഘടിപ്പിക്കാനാണ് യുവാവ് പാലക്കാട് പോയത്. പാലക്കാട് നിന്ന് സുഹൃത്ത് നൽകിയ 1 ലക്ഷം രൂപയും
കയ്യിലുണ്ടായിരുന്നുവെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. 24 മലപ്പുറം. മലപ്പുറത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. അമരമ്പലം 15-ാം വാർഡിലാണ് ഭൂചലനമുണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തുകയാണ്. ഏതാണ്ട് ഒരു 10-15 വീടുകളിൽ ഏതാണ്ട് ഒരു 10:45 ആയപ്പോൾ ഭൂമി കുലുക്കത്തിന് സമാനമായ തോതിൽ, ചെറിയ തോതിൽ, സാധാരണ ഇടി മുഴക്കം പോലുള്ള ഇടികളൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പോലെ ജനൽ ധരിക്കുന്നതായിട്ടും മേൽക്കൂര ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ ധരിക്കുന്നതായിട്ടും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോലും അത് ചെറിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഇന്നു മുതൽ റേഷൻ കടകളിൽ നിന്ന് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വാങ്ങാം. 14 സാധനങ്ങളാണ് കിറ്റിലുള്ളത്. 248 AAY കാർഡ് ഹോൾഡർ ശ്രീമതി രാധയെ ഏറെ സ്നേഹം. പേരൂർക്കട സ്വദേശി രാധയ്ക്ക് കിറ്റ് നൽകിക്കൊണ്ടാണ് മന്ത്രി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിനും ഇതോടെ തുടക്കമായി. 6 ലക്ഷത്തോളം മഞ്ഞക്കാർഡ് ഉടമകൾ, ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ, വയനാട് ദുരന്തബാധിത മേഖലയിലെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക. ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് നാളെ മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ടെത്തിക്കും. ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക. 6 ലക്ഷത്തോളം വരുന്ന AAY മഞ്ഞ കാർഡുകാർക്ക് വിവിധ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ, വയനാട് ദുരന്തമുണ്ടായ 44, 46 നമ്പർ റേഷൻ കടയിലെ മുഴുവൻ കാർഡ് ഉടമകൾക്കും അതൊരു പ്രത്യേക പരിഗണനയായി ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. അത്തരത്തിലുള്ള ജനവിഭാഗത്തിന് ഓണത്തിൻ്റെ കിറ്റ് ഇവിടെ പറഞ്ഞതുപോലെ 13 ഉൽപ്പന്നങ്ങളും സഞ്ചിയുമടക്കം 14 ഇനങ്ങൾ അവർക്ക് നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ചെറുപയർ പരിപ്പ്, സേമിയ പായസം, നെയ്യ്, കശുവണ്ടിപ്പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ്, തുണിസഞ്ചിയും ഉൾപ്പെടെ 14 ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഓണക്കിറ്റ്. 24 തിരുവനന്തപുരം. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുന്നതിനിടെയുള്ള സംഘർഷത്തിന് അയവ് വരാതെ മണിപ്പൂർ. കാങ്പോങ് പിയിൽ CRPF ക്യാമ്പിന് നേരെ ആക്രമണമുണ്ടായി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസത്തേക്ക് അവധി നൽകി. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തേടുന്നതിനിടെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. കാങ്പോപ്പിയിൽ ബോംബാക്രമണത്തിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. CRPF ക്യാമ്പിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണങ്ങൾക്കെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ പന്തം കൊളുത്തി നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മണിപ്പൂർ സർക്കാർ 2 ദിവസത്തെ അവധി നൽകി. മലയോര താഴ്വര പ്രദേശങ്ങളിൽ പരിശോധന തുടരുന്നതായി മണിപ്പൂർ പോലീസ്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി 98 ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. നിയമലംഘനവുമായി ബന്ധപ്പെട്ട് 164 പേരെ കസ്റ്റഡിയിലെടുത്തു. 24 ഡൽഹി. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിന് വീണ്ടും സുപ്രീം കോടതിയുടെ വിമർശനം. കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഉൾപ്പെടെ ഉണ്ടായ വീഴ്ച സംബന്ധിച്ച് വ്യക്തത വന്നേ മതിയാകൂ എന്ന് കോടതി പറഞ്ഞു. പശ്ചിമബംഗാൾ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബവും രംഗത്തെത്തി. ജാദവ്പൂരിലെ പ്രതിഷേധത്തിലാണ് വനിതാ ഡോക്ടറുടെ കുടുംബം പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമുയർത്തിയത്. തെളിവുകൾ മറയ്ക്കാൻ പോലീസ് ശ്രമിക്കുന്നു. കൊലപാതകത്തിന് ശേഷം മണിക്കൂറുകളോളം കുടുംബത്തിന് മൃതദേഹം കാണാൻ അനുവാദം നിഷേധിച്ചു. കൊലപാതകമുണ്ടായ സെമിനാർ ഹാളിൽ കുടുംബത്തിന് പ്രവേശനം തടഞ്ഞു. ഇതെല്ലാമാണ് കുടുംബത്തിന്റെ ആരോപണങ്ങൾ. കേസ് പരിഗണിച്ച സുപ്രീം കോടതി വസ്തുതകളിൽ വ്യക്തതയുണ്ടാക്കാൻ ഇനിയും പശ്ചിമബംഗാൾ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് വിമർശിച്ചു. സംഭവം നടന്ന സമയം, ഇൻക്വസ്റ്റ്, കേസ് രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയതിൽ എല്ലാം അസ്വാഭാവികമായ കാലതാമസമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വന്നേ മതിയാകൂ എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. CBIയോടും പശ്ചിമബംഗാൾ സർക്കാരിനോടും പുതിയ സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ MP ജവഹർ സർക്കാരിനെ അനുനയിപ്പിക്കാൻ മമതാ ബാനർജി നേരിട്ടിടപെട്ടു. ജവഹർ സർക്കാർ രാജിവെക്കുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കുന്നത് തടയുകയാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം. 24 ഡൽഹി.
ഈ റിപ്പോർട്ടോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.